ഹലോ. അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ. എനിക്കിവിടെ സുഖമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് നമ്മുടെ ഈ മണി പ്ലാന്റിൻ്റെ പോട്ടിന് ഒന്ന് കളർ ചെയ്താലോ എന്ന് ആലോചിച്ചു. അപ്പോൾ ഒന്ന് ചായ മാറ്റി കളയാമെന്ന് കരുതി. അങ്ങനെ ഞാൻ എന്താ ഈ പെയിൻറ്റും എടുത്തു. അപ്പോൾ ഇത് പോട്ട് എനിക്കൊന്ന് ക്ലീൻ ചെയ്യണമായിരുന്നു. അതിനാണ് ഞാൻ വൈപ്സ് എടുത്തത്. ഇതിൽ ഞാൻ കളർ സെലക്ട് ചെയ്ത് ഏത് കളർ കൊടുത്താലായിരിക്കും ഭംഗിയെന്ന് ഞാൻ നോക്കിയിട്ടാണ് എടുത്തത്. അപ്പോൾ എനിക്ക് മണി പ്ലാന്റിൻ്റെ കളർ കൊടുക്കാനായിരുന്നു ഇഷ്ടം, പച്ചയും മഞ്ഞയും. അങ്ങനെ അതിൽ നിന്ന് ഞാൻ പച്ച കളർ സെലക്ട് ചെയ്തു കേട്ടോ. ഡോംസിൻ്റെ അക്രിലിക് പെയിൻ്റാണിത്. പിന്നെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ള 12 ബ്രഷുമാണ്. അപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തു. എന്നിട്ട് ഈ പാലറ്റ് എടുത്തിട്ട് ഇത് ഉപയോഗിച്ചതിൻ്റെയൊക്കെ ആയിട്ടുള്ളതാണ്. ഇത് ഈ ഗ്രീൻ കളർ എടുത്തു. എന്നിട്ട് ഞാൻ നന്നായിട്ട് തുടച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം കുറച്ച് ഗ്രീൻ കളർ എടുത്തു. ഇതിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. അത് ഞാൻ ഫുള്ളും ചെയ്തു. അപ്പോൾ ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞില്ലേ 12 പാക്കറ്റ് അടങ്ങിയ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത ആ ബ്രഷിന് 199 രൂപയാണ്. അപ്പോൾ ഓരോന്നിനും കളർ ചെയ്യേണ്ട ബ്രഷ് അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ നമുക്കത് ഈസിയാണ് കേട്ടോ. നോർമൽ ബ്രഷിനേക്കാളും ഇത്തരം ബ്രഷുകൾ പെയിൻറ്റിങ്സിന് നല്ലതാണ്. അപ്പോൾ ഞാനിത് ഈ ബ്രഷാണ് അതിൽ ചൂസ് ചെയ്തത്. അപ്പോൾ പിന്നെ ഇടയ്ക്ക് ഞാൻ വിചാരിച്ചു റെഡും യെല്ലോയും കൊടുക്കാമെന്ന്. പിന്നെ ഞാൻ യെല്ലോയെ മാത്രം എടുത്തിട്ട് റെഡ് ഒഴിവാക്കി. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറയണം കേട്ടോ, ഇഷ്ടപ്പെട്ടു എന്നും. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നും പറയാം കേട്ടോ. അങ്ങനെ തറയിലൊക്കെ ആയിട്ടുണ്ട്. അതൊക്കെ എൻ്റെ സൈഡിൽ കൂടി തന്നെ ഞാൻ ക്ലീൻ ചെയ്യാറുമുണ്ട്. അപ്പോൾ ഇതിന് എനിക്ക് ഒരുപാട് സമയം കിട്ടിയാലും മൊത്തം ഒന്ന് ശ്രദ്ധിക്കണം. കാരണം വാവകൾ ഉറങ്ങുന്ന സമയത്ത് മാത്രമേ എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റൂ. കാരണം അവരും കൂടി ഉണ്ടെങ്കിൽ ഈ പെയിൻറ്റ് എപ്പം ഫുള്ളും കാലിയാന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ ഇത് ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൽ നിർത്തിയാലോ എന്ന് ആലോചിച്ചു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, യെല്ലോയും കൂടി കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചു. റെഡ് ഞാൻ കൊടുത്തിട്ട് അതിന് ഞാൻ മാച്ചായിരുന്നു. പിന്നെ ഞാൻ യെല്ലോ സെലക്ട് ചെയ്തു. അങ്ങനെ യെല്ലോയുടെ ഒരു ലീഫ് വരച്ചു കൊടുത്തു. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ചെറിയ ചെറിയ ഡോട്ട്സും യെല്ലോയും ഫുള്ളും കൂടെ ചെയ്തപ്പോൾ എനിക്ക് മൊത്തത്തിലങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളത് കമൻറ്റിലൂടെയാണ് എന്നെ അറിയിക്കേണ്ടത് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെന്താ കമൻറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ നാളെ നവംബർ 1 കേരളപ്പിറവിയാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി കേരളപ്പിറവി ആശംസകൾ. ഓക്കെ, ബൈ, താങ്ക് യു.